അപ്പോൾ ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ ഒരുപാട് അപകടങ്ങളുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് കേസുകൾ അങ്ങനത്തെ വന്നിട്ടുണ്ടാകും. ഇതാണ് നമ്മൾ ഈ ഐറ്റം. എങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്കത് ഉണ്ടാവും. നമ്മൾ 2-3 തവണ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതേ ഉള്ളൂ. ഈ നമുക്കൊരു സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്കിതിനെ സാധാരണ കയറുന്ന അത്രയും ടയേർഡാവില്ല. ശരീരം കുറേ ഫ്രീ ആയിരിക്കും. ചില മരങ്ങൾ പൊളിഞ്ഞു പോകുന്നുണ്ട്. നമ്മളിവിടെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ പെർഫോമൻസ്, നല്ല പെർഫോമൻസ്, അത് ഞങ്ങൾക്ക് ഒരുപാട് താല്പര്യമായി. അത്രയും പോക്കണ്ട. സ്റ്റെപ്പ് പരമാവധി കുറച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സ്പീഡാകാം. സാധാരണ രണ്ടാമത് കയറിയപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. ഇത് ഈ പുറത്തേക്ക് വരുമ്പോൾ വെച്ചാൽ നമുക്കതിനെ കുറേ പോയിട്ടേ നോക്കാവുള്ളൂ. ഉപയോഗിക്കുന്ന ഐറ്റം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിലൊരു ഞാൻ തൃശ്ശൂർ ജില്ല. ഹായ്, വില്ലേജ് വുഡ്പെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എന്നുള്ളത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ ഫയർ സ്റ്റേഷൻ ഓഫീസിലാണ്. നമുക്കൊന്ന് അവിടെ ഇതിൽ അത് കയറി കാണിച്ചു തരാൻ നമുക്ക് അതിൽ ചെയ്യാം. തെങ്ങിൽ കാണിച്ചു തരാം. നമുക്ക് അതിന് മുമ്പ് സെറ്റ് ചെയ്യുന്നതിൻ്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മതി. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം 3 പീടിക, ഏകദേശം ഫയർ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിക ഫയർ സ്റ്റേഷൻ്റെ പരിധിയിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിവിടെ വരാൻ കാരണം എൻ്റെ അവിടെ നിന്ന് ഒരു കോൺടാക്റ്റ് വന്നിരുന്നു ഇതിനെക്കുറിച്ച് അറിയാനായിട്ട്. അതായത് മരത്തിൽ കയറുന്നതിൻ്റെ സേഫ്റ്റി ഒരു ഇതിനറിയാൻ. എൻ്റെ ഫീൽഡ് തടിപ്പണിയാണ്, മരം മുറിക്കുന്ന ഫീൽഡ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ ഒരുപാട് അപകടങ്ങളുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് കേസുകൾ അങ്ങനത്തെ വന്നിട്ടുണ്ടാവും. മരത്തിൻ്റെ മുകളിൽ കുടുങ്ങിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ട് അല്ലെങ്കിൽ ബോധക്ഷയതാക്കായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഞങ്ങളുടെ ഇതിൽ കുറേ സേഫ്റ്റികൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ അതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കും ഇതിനെ ഉപയോഗിക്കാനായിട്ടുള്ളതിൻ്റെ ഒരു ഇത് അത് കുറച്ച് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാവേലിക്കരയുള്ള നമ്മളെ വർഗീസാർ യൂസ് ചെയ്യുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. അതിന് ശേഷം കുറേ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഇത് കോൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഐറ്റം നമ്മളെ മരത്തിൽ കയറാൻ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ ആയതുകൊണ്ട് കാര്യമില്ല, ഇതും വേണം. ഇതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് സേഫ്റ്റി ബെൽറ്റുകളും അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട സാധനങ്ങൾ മാത്രമാണ്. അല്ലാതെ നമുക്ക് കുറേ സേഫ്റ്റി ഐറ്റംസുകൾ ഉണ്ട്. ഓൾറെഡി നിങ്ങളിൽ ഇപ്പോൾ റെസ്ക്യൂവിൻ്റെ ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഹാർനസുകൾ ഇതൊക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇതെല്ലാം നമുക്കിത് ഡെമോ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഇത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഗിഫ്റ്റായി ചെയ്യാനും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇത് നമ്മളുടെ തന്നെ പ്രോഡക്റ്റാണ്. നമുക്കിത് സെറ്റ് ചെയ്യുന്ന രീതി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കിതിൽ നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ വരുന്നതിന് ഇതിൻ്റെ നമ്മൾ ഈ മുള്ള് ഇതിൽ കുത്തിയിട്ടാണ് നമ്മൾ മരത്തിൽ കയറുന്നത്. ഇതിനോട് ഇതിൻ്റെ മുകളിലത്തെ ഈ ബെൽറ്റ് വലിച്ച് പരമാവധി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഇത് ലെഫ്റ്റിൽ വരുന്നത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമുക്ക് ഈ സ്പൈക്കിൻ്റെ തുമ്മലാണ് നമ്മൾ മരത്തിൽ കയറി പോകാനായിട്ട് നമുക്കതിന് സാധിക്കുക. അല്ല നമ്മളുടെ ഒരു പവറിൽ തന്നെ അതിന് ബാലൻസ് ചെയ്ത് കയറാനാണ്. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്കത് ഉണ്ടാവും. നമ്മൾ 2-3 തവണ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. നമുക്കൊന്ന് കയറി ഇതൊക്കെ കാണിച്ചു തന്നാൽ ഡെമോ ബെൽറ്റ് എന്താ. ഇതിപ്പോൾ ഒരു വർക്ക് പൊസിഷൻ ബെൽറ്റ് മാത്രമാണ്. ശരിക്കും ഇതിൻ്റെ സേഫ്റ്റി ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ സിറ്റ് ഹാർനസോ അല്ലെങ്കിൽ ഫുൾ ബോഡി നിങ്ങൾ ഓൾറെഡി ഇവിടെ ബോഡിയിലുള്ളതല്ലേ. ഇതിൻ്റെ ഒരു സേഫ്റ്റി കയറുണ്ട് മരത്തിന് ചുറ്റിലും. നമുക്കൊന്ന് അതിൽ കയറുന്ന രീതി നമുക്കൊന്ന് കാണാം. കയറാനായിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്കിതിനെ ഇതിൽ ബാലൻസ് ചെയ്തും കയറ്റി നമുക്ക് നിൽക്കാൻ പറ്റും. ഒരുപാട് ഫ്രീ ആയിരിക്കും നമുക്ക് മറ്റുള്ള ഇതിനനുസരിച്ച്. ഇപ്പോൾ തെങ്ങിൽ നിന്നല്ല മരത്തിൽ കയറുമ്പോഴാണ് നമുക്ക് കൂടുതൽ. തെങ്ങിൽ ഓൾറെഡി നമുക്ക് മറ്റേ ക്ലൈമ്പിംഗ് മെഷീനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മരത്തിൽ വരുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതാകുമ്പോൾ മരത്തിലൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കയറി എവിടെയും ഫ്രീ ആയിട്ട് നിൽക്കും. നമുക്ക് സാധാരണ കയറുന്ന അത്രയും ടയേർഡാവില്ല. ശരീരം കുറേ ഫ്രീ ആയിരിക്കും. നമുക്ക് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഇതും വരില്ല. ഈ മുള്ളിൽ നമുക്ക് കറക്റ്റ് ലോക്കായിരിക്കും.
നമ്മളെ വെയിറ്റും മേലാണ് ഇതിനെ നിർത്തണത്. അപ്പോൾ വെയിറ്റ് ഫുള്ളായിട്ട് ആ മുള്ളിലേക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ നിന്നു, സ്ലിപ്പായി പോവില്ല. ഇത്രേ വരണുള്ളൂ. ഇതിന് വല്ല ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്താൽ മതി. ആരും കയറണവരുണ്ടെങ്കിൽ നമുക്കൊന്ന് കയറി അതിനെക്കുറിച്ചൊരു ഇത് ക്ലിയർ ചെയ്ത് തരാം. കയറുമ്പോഴെന്ന് പറഞ്ഞാൽ വേണ്ട, ജസ്റ്റ് കാല് ടൈറ്റ് ചെയ്ത് കാല് ഫുള്ള് ടൈറ്റ് ലോഡ് ചെയ്യുക. ഇതിനെ കയറ് പൊക്കിടുക. നമ്മൾ കാല് ഫുള്ള് സ്റ്റഡി ആയിട്ട് ഒരു ഗ്യാപ്പ് ഇതിട്ട് നമുക്ക് അതവിടെ നിന്നു പുഷ് ചെയ്ത് കൊടുക്കണോ? ആ ജസ്റ്റ് അത് ഉറപ്പ് മരങ്ങളുടെ ഉറപ്പിനനുസരിച്ച്. ഇല്ല, അതങ്ങനെ സംഭവിക്കുന്ന ഒരു ഇതല്ല. ഇത് വെച്ചും കാറ്റിയല്ല, പനയിൽ വരെ നമുക്കത് ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ ചില മരങ്ങൾ പൊളിഞ്ഞു പോകുന്നുണ്ട്. ആ അതാണ് പറഞ്ഞത്, ഈ തൊലി അടക്കുള്ളതാണെങ്കിൽ, അതായത് മഹാഗണി മരത്തിനാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. ചിരട്ട മാതിരി നിൽക്കുന്നതല്ലേ, തൊലിയിൽ തന്നെയല്ല ഇതിൻ്റെ പിടുത്തം വരാം. ഇതിൻ്റെ മരത്തിലും കൂടെ കയറിയിട്ടാണ് നമുക്ക് ഇതിനെ പിടുത്തം വരാം. ഇതിൽ നമുക്ക് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഐറ്റം നമ്മളുടെ നാട്ടിലേക്ക് ഇത് വരാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര 100 വർഷങ്ങൾക്ക് മുമ്പേ സേഫ്റ്റിക്ക്, അവിടെ നമ്മളിവിടെ ആ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ്. പോസ്റ്റിലല്ല, അതായത് ആ ഒരു പ്രശ്നമാണ് ശരിക്കും നമുക്ക് ഇവിടെ ഉള്ളത്. അത് കാരണം ഇതിൻ്റെ അവയർനെസ് വളരെ കുറവാണ്. ഏത് വീടുകളിൽ ഉപയോഗിക്കുന്ന മരത്തിന് വേറെ പ്രശ്നം വരില്ല, മരത്തിൽ വേറെ പ്രശ്നം വരുന്നില്ല. അതായത് തെങ്ങിലും ഇത് ഉപയോഗിച്ച് കയറുന്നുണ്ട്, വേറെ പ്രശ്നമില്ല. നമ്മളുടെ വീട്ടിൽ തന്നെ, എൻ്റെ വീട്ടിലുള്ള തെങ്ങിൽ കയറുന്നത് ഞാൻ ഇതിൽ തന്നെയാണ്. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. പിന്നെ ഈ മരങ്ങളിൽ തേക്കുകളിൽ മരത്തിൻ്റെ ഒക്കെ കൊമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ യൂസ് ചെയ്യുന്നതാണ്. അതായത് കൊല്ലം നമ്മൾ ചെയ്തെന്നോർത്ത് അടുത്ത കൊല്ലം വരുമ്പോഴത്തേക്ക് ഇത് ഹീലായിട്ടുണ്ടാവും. അതൊരു പ്രശ്നം വരുന്നതല്ല, അത് നമ്മളുടെ ഇവിടുത്തെ കുറച്ചൊരു ഡൗട്ടുകളാണ് അതിൻ്റെ ഒരു സംഭവം. അത്ര ഹൈറ്റ് ചെല്ലുമ്പോൾ ആ തടി രണ്ടായിട്ട് കയറിപ്പോ, അപ്പൊ നമുക്ക് ഇപ്പുറത്തെ തടിയിലേക്കാണ് പോകണം. അപ്പൊ നമ്മൾ ഇത് മാറ്റി വെക്കണം. ഇത് 2 റോപ്പ് യൂസ് ചെയ്യണം, സേഫ്റ്റി റോപ്പ് 2 യൂസ് ചെയ്താൽ ഒന്ന് അടുത്തേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ ഇതിനെ റിലീസ് ചെയ്ത്, അതാണ് ഇതിൻ്റെ കറക്റ്റ് യൂസിങ്. മരത്തിൽ വരുമ്പോൾ അതിൻ്റെ യൂസിങ് വരുന്നത് അതാണ്. ഈ തെങ്ങിലായതുകൊണ്ട് പിന്നെ സിംഗിൾ റോപ്പ് ഇതിങ്ങനെ കാണിച്ചു. ഇത് സംഗതി ഇപ്പോൾ ഏകദേശം നമുക്ക് കൊടുത്തത് ഏകദേശം ഒരു 10,000-6,000 മേലെ പീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഇതിലെ അപകടങ്ങൾ വേറെ ഇതുവരെ നമുക്കിതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഓൾറെഡി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് വേഗം കിട്ടുന്നതാണ്. അത് ഇതുവരെ അങ്ങനത്തെ ഇത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്കത് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ റോപ്പിനെ നമുക്ക് ഒരു ചിറ്റിട്ടിട്ട് നോക്കാം. ഇതാണെങ്കിലും ഇതിനെ നമുക്ക് കൊണ്ടുപോയി അങ്ങനെ ഇടാം. ഇത് നമ്മളിപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഒരു ഒലച്ചിലോ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മളതിൽ സേഫ്റ്റി ആയിട്ട് നിൽക്കും. ഇനിയിപ്പോൾ ഒരു ചിറ്റായിട്ട് ഇടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, പോവില്ല. പോയി നമുക്കത് അടിക്കുമെന്നുള്ള ഒരു ഇതില്ല. നമുക്കിപ്പോൾ ഇനി കാല് നിന്ന് വിടുകയാണെങ്കിലും അടിയിലെവിടെയെങ്കിലും ലോക്കാവുന്ന. പിന്നെ സ്ലിപ്പാവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിൻ്റെ മുട്ട് മടങ്ങിയാലാണ്. അതായത് ഈ മുള്ള് സ്റ്റഡി ആയാൽ മാത്രമേ ഇത് സ്ലിപ്പായി പോവുള്ളൂ. ഫുള്ള് സ്ട്രൈറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നം വരില്ല. നമുക്കത് പോവാൻ പറ്റും. ഇത് സേഫ്റ്റി എന്ന് പറയാൻ പറ്റാത്തതാണ്. മരത്തിലാവുമ്പോൾ നമുക്ക് കുറേയും കൂടെ സേഫ്റ്റിയിൽ. ഇനിയിപ്പോൾ സിറ്റ് ഹാർനസ് ആണെങ്കിൽ നമുക്ക് അഡീഷണൽ സപ്പോർട്ട് സേഫ്റ്റി ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഉള്ള അകത്തും വരണം. ഇതിന് ലെഫ്റ്റും റൈറ്റും മാറാനും പറ്റില്ല. കാലൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഒന്ന് നോക്കി വെച്ചാൽ മതി. മുകളിലേക്ക് വേണ്ട, ഒരു കുറച്ച് സ്റ്റെപ്പ് ഒന്ന് കയറി ഒന്ന് ഇറങ്ങിയിട്ടൊന്ന്. കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ ക്ലൈംബിംഗ് മെഷീനൊക്കെ കയറും കുറച്ച് എന്നാൽ ഇറക്കാൻ വേണ്ടി നിങ്ങൾ ചെല്ലേണ്ട അവസ്ഥ വരുന്നത്. അതേമാതിരി വരെ ഇത് പൊക്കിട്ട് കുറച്ച് പൊക്കിട്ട് കയറ് പൊക്കിട്ട് പൊക്കിക്കോ. ആ അധികം കുറച്ച് വെക്ക്, സ്റ്റെപ്പ് ചെറിയ സ്റ്റെപ്പ്. ആ കയറ് പൊക്കിട്ടോ. പൊക്കിക്കോ, കാൽമ കുത്തരുതേ. കാല് സ്റ്റഡി ആക്ക്. ഈ കാല് സ്റ്റഡി ആയിക്കോട്ടെ. അപ്പോൾ പൊന്തുമ്പോൾ ഈ കാല് സ്റ്റഡി കൊടുത്താൽ മതി, അപ്പോൾ ശരിയാവും. അത് നമുക്ക് ഈ കാല് സ്റ്റഡി ആയാൽ മതി.
അത്രയും പോക്കണ്ട. സ്റ്റെപ്പ് പരമാവധി കുറച്ചാൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡാക്കാം. പക്ഷേ ഇത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഹൈറ്റിൽ സ്റ്റെപ്പ് വെക്കാനും പറ്റും. താഴേക്ക് ഇറങ്ങിക്കോ, നല്ല ചവിട്ട്. ചവിട്ടിക്കോ, ലോഡ് ചെയ്ത് ചവിട്ടിക്കോ. ആ കുറച്ചുകൂടി സ്പീഡായി. അതിന് ഒന്ന് ഇറങ്ങി കയറിയാൽ കുറച്ചും കൂടെ മാറ്റം വരും. നമ്മൾ ഒന്നുകൂടെ ഇറങ്ങിയിട്ട് പോയാൽ മതി. തല ആ മതി കുറച്ച് കയറിയാൽ മതി. വെറുതെ ഒരു ഇതിന് വേണ്ടിട്ടാ. ഇപ്പൊ കുറച്ച് സമാധാനമില്ലേ? അപ്പൊ അതൊക്കെ മതി. അത് ബോഡി വെയിറ്റ് കുറച്ച് ഇതായിട്ടാണ്. ആ നോക്ക് പോവില്ല. അത് നമ്മളെ ചവിട്ടൊന്ന് കറക്റ്റ് ചെയ്യുക. അതിനുള്ളത് കാല് പൊക്കിയ വെയിറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ വെയിറ്റ് ഒന്നേ ഫുൾ അങ്ങോട്ട് വിട്ട് കൊടുത്താൽ മതി. അത് ചിലർ ഇത് വെച്ച് കയറ്റം ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഓടും. അത് വെച്ച് ദിവസമാണേ കുറച്ച് ഹോളുകൾ ഇങ്ങനെ ഇട്ടാൽ മതിയാവും കേട്ടോ. അതേപോലെ ഇതിൻ്റെ സൈഡിലേക്ക് ചവിട്ട് വരാതെ ഇതിലേക്കായിട്ട് വരാം. അതായത് നമ്മളുടെ ഒരു ഗ്യാപ്പില്ലേ, അതിലാവുമ്പോൾ ഇങ്ങനെ ഒരു പൊസിഷൻ തന്നെ നമുക്ക് അതിനെ കറക്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. കുറച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ആ അപ്പോൾ തോന്നോ ബെൽറ്റ് തോന്നും. ഇപ്പം ഈ കാണുന്ന ബുദ്ധിമുട്ട് ചിലപ്പോൾ ഇനി കുറച്ച് അടുത്ത തവണ ഇട്ട് കയറുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നോർമലായി ഇറങ്ങുന്ന ഒരു തന്നെ വരും. തടി പിടിച്ചോ. ഈ കാല് പിടിക്ക്. ഈ കാല് സ്റ്റഡി ആയാലും അത് പോകൂല. ഈ ഒരു നിപ്പിൽ നമുക്ക് അടുത്ത കാലിന് എടുത്ത് വെക്കാം. ഇത് സ്റ്റഡി ആവുന്നില്ല. അതാ ആ കയറിക്കോ. ഇടിച്ച് കയറിയാൽ കുറേ കൂടെ പിടുത്തം കിട്ടും. ആ മോളി ആയോ. ഇറങ്ങിയിട്ട് ഒന്നുകൂടെ ഒക്കെ കയറിയാൽ റെഡിയാവും. കാരണം കയറാൻ മാത്രം അറിഞ്ഞാൽ പോരല്ല, ഇറങ്ങണ്ടേ. അല്ല അതിനൊക്കെ സ്പീഡാക്കി അതെ. അപ്പോൾ ഐഡിയ കിട്ടാനായിട്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഉപയോഗിച്ചപ്പോൾ നല്ല സേഫ്റ്റിയുള്ള സാധനം കിട്ടും. നമുക്കിപ്പോൾ എന്തെങ്കിലും കൈവിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്നൊരു ഫീലുണ്ട്. ഇതിന് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വരണമെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ആദ്യം കയറിയപ്പോൾ നമുക്ക് ആ കറക്റ്റ് കാല് പൊസിഷൻ വെക്കുന്നതിനൊക്കെ അത് കറക്റ്റ് നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന കണക്കല്ല നമുക്ക് ചെയ്യാൻ നേരത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് മനസ്സിലായി കറക്റ്റ് കാല് സ്ട്രൈറ്റ് ആക്കി വെച്ച് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാമെന്ന് മനസ്സിലായി. അത് കാരണം രണ്ടാമത് കയറിയപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. നമ്മൾ ഇന്ന് ഫയർഫോഴ്സ് ആണെന്ന് കണ്ടാൽ മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു പശുവിനെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഒരു കിണറ്റിൽ വീണ ഒരു പശുവിനെ എടുത്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ അടുത്ത സമയത്ത് ഇതേപോലെ തിരുവല്ലയിൽ വലിയ രീതിയിലുള്ളൊരു മരത്തിൽ നിന്ന് ഒരാളിനെ രക്ഷിച്ച ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അതിൻ്റെ പ്രധാനമായിട്ടും ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ വില്ലേജ് വുഡ് പെക്കറിൻ്റെ മുത്തുൻ്റെ ഡിസൈൻ ചെയ്ത് ഈ സ്പൈക്ക് ഉപയോഗിച്ചുള്ള അതാണ് അന്ന് അവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഫയർഫോഴ്സിൽ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് കാണാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് മുസ്തഫയെ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം വന്നൊരു ഡെമോൺസ്ട്രേഷൻ ഞങ്ങൾ കാണിച്ചെന്നതാണ്. ഞങ്ങൾ ഇവിടുത്തെ ജീവനക്കാരിൽ കുറേ ആൾക്കാർ ഇന്ന് ഇത് കയറി പ്രാക്ടീസ് ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ നല്ല പെർഫോമൻസ് അത് ഞങ്ങൾക്ക് ഒരുപാട് താല്പര്യമായി. ഇനിയും റെസ്ക്യൂ വർക്കുകൾക്ക് ഞങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കുറച്ചുകൂടെ എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസിന് വേണ്ടിയായിട്ട് ഞങ്ങളും ഇന്ന് വില്ലേജ് വുഡ് പെക്കർ ഞങ്ങൾ ഇന്ന് സ്റ്റേഷനിലേക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.